Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദ് ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്, വോളിയം 7-ലുള്ളൊരു കാര്യം. ശ്രീല പ്രഭുപാദ് സ്ട്രോക്ക് കഴിഞ്ഞ് 1967 സ്ട്രോക്ക് വന്നു. അതിനുശേഷം വന്നിട്ട് പ്രഭുപാദ് മെക്സിക്കോ ഇത് 1971 സമയമാണ്. ബോംബെ വൃന്ദാവൻ ടെമ്പിളൊക്കെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ ഒരു തുടക്കമാക്കിയിട്ട് പ്രഭുപാദ് വീണ്ടും വിദേശ പര്യടനത്തിന് പോയി. അപ്പോൾ അദ്ദേഹം മെക്സിക്കോയിൽ പോയിരുന്നു. മെക്സിക്കോയിൽ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് ലോസ് ആഞ്ചൽസിലോട്ട് പ്രഭുപാദ് പോവായിരുന്നു. അപ്പോൾ ആ സമയത്ത് മെക്സിക്കോയിലൊരു റേസ് കാർ ഡ്രൈവറുണ്ട്, ഡാനി എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് നല്ലൊരു റിസോർട്ട് പോലൊരു സ്ഥലമുണ്ട് ഈ ഒരു മലയുടെ അടുത്ത്, അതിൻ്റെ താഴെ ഇത് സമുദ്രമാണ്. അപ്പോൾ പ്രഭുപാദിൻ്റെ ആരോഗ്യമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ അത് നല്ലൊരു സ്ഥലമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ റിസോർട്ട് പ്രഭുപാദിന് ശിഷ്യന്മാർക്ക് ഓഫർ ചെയ്തു കുറച്ച് ദിവസം നിൽക്കാനായിട്ട്. അങ്ങനെ പ്രഭുപാദ് ലോസ് ആഞ്ചൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സ്ഥലം, അത് പ്യൂട്ടോ വലാട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, ആ സ്ഥലത്തേക്ക് പോയി അവിടെ താമസിച്ചു. അപ്പോൾ അവിടെ ഉള്ള കുറച്ച് കാര്യങ്ങൾ സരസ്വതി മഹാരാജ് അവിടെ പറയുന്നുണ്ട്. അവിടെ പ്രഭുപാദ് ആ സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് നെയ്ബേഴ്സിന് കുറച്ച് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പ്രഭുപാദ് അവിടെ താമസിച്ചപ്പോഴത്തേനും ഒരു ഡിവോട്ടി ഒരു പശുവിനെയും വിളിച്ചിട്ട് പ്രഭുപാദിനെ കാണാനായിട്ട് വന്നു. പ്രഭുപാദിൻ്റെ അടുത്ത് ആ പശു വന്നപ്പം പ്രഭുപാദ് ഇങ്ങനെ ഡിവോട്ടീസിനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് പാലെടുത്തിട്ട് പിന്നെ അതിനെ കൊല്ലുന്നത് എന്ന് ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഉപകാരപ്രദമായ കാര്യങ്ങൾ ഡെയിലി ഞാൻ തരുന്നുണ്ട് നിങ്ങൾക്ക്, പക്ഷെ ഞാൻ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേനും എനിക്ക് ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ ചെല്ലും. അപ്പം നിങ്ങൾ എന്നെ കൊല്ലുവോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം അത് പശുവിൽ നിന്ന് പാല് കിട്ടി അതിന് നല്ല നമുക്ക് എല്ലാ ബെനിഫിറ്റും കിട്ടിയിട്ട് പിന്നെ അതിന് തരാനാവുമ്പോഴത്തേനും അതിനെ കൊല്ലുന്നത്, അതുപോലെയാണ് പ്രഭുപാദ് അതിനെ ഉപമിച്ചത്. പിന്നെ പ്രഭുപാദ് ആ സമയത്ത് ആ സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ ഹഠയോഗം പരിശീലിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഡിവോട്ടീസ് അവരെ പ്രീച്ച് ചെയ്യാൻ വേണ്ടി ഹഠയോഗം ഡിവോട്ടീസ് പഠിച്ചിട്ട് അവരെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രഭുപാദിനോട് ഒരു വട്ടം അങ്ങനെ ഇരുന്ന സമയത്ത് ഡിവോട്ടീസ് ചോദിച്ചു, ഇങ്ങനെ ഹഠയോഗത്തിലൊക്കെ ഒരുപാട് താല്പര്യമുള്ള, യോഗാഭ്യാസത്തിലൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, അവർക്കെങ്ങനെ ഭക്തിയുടെ ഇത് കൊടുക്കാൻ പറ്റും പ്രഭുപാദ് ചോദിച്ചപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, അവരെ സർവീസിൽ എൻഗേജ് ചെയ്യിക്കാനായിട്ട് പറഞ്ഞു. ഏതെങ്കിലും സേവനത്തിൽ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ക്രമേണ അവരുടെ ഹൃദയം പരിശുദ്ധമാകും, അവർ ബെനിഫിറ്റഡ് ആവും എന്നുള്ളത് പ്രഭുപാദ് പറഞ്ഞു. അപ്പോൾ വേറൊരു ഡിവോട്ടി അവിടെ ഇരുന്ന ഡിവോട്ടി, അദ്ദേഹം ഹഠയോഗം പഠിച്ച് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. അപ്പം ഡിവോട്ടി ഇങ്ങനെ ചോദിച്ചു പ്രഭുപാദിനോട്, എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കും അങ്ങ് ഇന്ത്യയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇന്ത്യയിൽ പോയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേന് അവർ എന്നെ ഉപദേശിക്കും, നിങ്ങൾ ഇന്ത്യയിൽ പോകണം, ഇന്ത്യയിൽ പോയാൽ ഹഠയോഗം ഒക്കെ പഠിക്കാൻ പറ്റും, യോഗ പദ്ധതികളെ കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഇങ്ങനെ അവർ പറയാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം പ്രഭുപാദ് അത് കേട്ടിട്ട് പറഞ്ഞു, ഇന്ത്യ ഹാസ് കംസ് ടു യു എന്ന് പറഞ്ഞു, ഇന്ത്യ നിങ്ങളുടെ അടുത്ത് വന്നു എന്ന് അവരോട് പറയാനായിട്ട് പറഞ്ഞു. അപ്പം പ്രഭുപാദ് അത് പറഞ്ഞപ്പോഴത്തേന് ഭക്തന്മാർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അവര് മനസ്സിലാക്കി ഇന്ത്യയുടെ യഥാർത്ഥ മൂല്യം, അത് ആ വേദിക് സംസ്കാരത്തിന്റെ യഥാർത്ഥ എസൻസും കൊണ്ടാണ് ശ്രീല പ്രഭുപാദ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. പിന്നെ അവർ വീണ്ടും ചിന്തിച്ചപ്പോൾ അവർ മനസ്സിലായി, ഇന്ത്യ മാത്രമല്ല ആധ്യാത്മിക ലോകത്തിന്റെ യഥാർത്ഥ സംസ്കാരവും യഥാർത്ഥ തത്വവും കൊണ്ടാണ് ശ്രീല പ്രഭുപാദ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. അപ്പം അവരിങ്ങനെ സരസ്വതി മഹാരാജ് ഇങ്ങനെ ചിന്തിച്ചിട്ട് അദ്ദേഹം പറയാണ്, പലപ്പോഴും നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ഡിവോട്ടി അസോസിയേഷൻ എടുക്കാറുണ്ട്. ഒരു പരിശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ലോകത്തിന്റെ തത്വവുമായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പലപ്പോഴും നമ്മളത് മറന്നു പോകാറുണ്ട്. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, ഇന്ത്യ ഹാസ് കം ടു യു എന്ന് പറഞ്ഞത് ആ ഒരു തത്വത്തിൽ വേണം നമ്മളത് മനസ്സിലാക്കാൻ എന്നുള്ളത് സരസ്വതി മഹാരാജ് അവിടെ പറഞ്ഞു.